ഗൈസ്, കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വളവള നിലയ്ക്കുന്നില്ല, ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് കമോൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൊക്കാലിറ്റി ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് നമുക്ക് ഇതിന്റെ തൊട്ട് പുറകിലാണ് എൻ്റെ വീട്. വീടിന്റെ പുറകു സൈഡെന്ന് പറഞ്ഞാൽ കുറച്ച് റബ്ബർ തോട്ടങ്ങളും, പിന്നെ അതിന്റെ കുറച്ച് താഴെയായിട്ട് ഒരു തോട്, പിന്നെ അതിന്റെ മറു സൈഡാണെങ്കിൽ വയല്, പിന്നെ ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ നമ്മളെ നെയ്യാറ്. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എൻ്റെ വീടും ബാക്കിയുള്ള കാര്യങ്ങളും എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞ് അത് വലിയ താമസമില്ലാതെ ആ വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ നെറ്റ് കാണുന്നത് കണ്ടോ, നെറ്റ് കാണുന്നതിന്റെ നേരെ പുറകിലായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. അപ്പൊ ഈ വീടിന്റെ പുറകിലായിട്ട് ഉള്ള റബ്ബർ തോട്ടത്തിലൂടെയാണ് നമുക്ക് നടന്ന് തോട്ടിലോട്ട് പോകാനുള്ളത്. അത്യാവശ്യം 1-2 ആഴ്ചയൊക്കെ നല്ല രീതിയിലുള്ള മഴയായിരുന്നു, മഴ. അപ്പൊ മഴയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഈ ആഞ്ഞില മരത്തിലുണ്ടാവില്ലേ ചക്ക, ആ ചക്കയുടെ ഒക്കെ ഒരു സീസൺ ആയിരുന്നു. അപ്പൊ ഈ മഴ സമയത്ത് തീരെ വിളയാതെ വാടിയൊക്കെ വീഴുന്ന ആഞ്ഞിൽ ചക്കകളൊക്കെ ഇവിടെ കിടന്ന് നിറയെ ഈച്ചകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് വന്ന് ഇവിടെ വീഴുന്ന് അഴുകുമ്പോഴെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നിറയെ ഹീറോ പേനകൾ ഇത് കഴിക്കാനായിട്ട് വരും. ഹീറോ പേന എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹീറോ പേന നമ്മുടെ ഈ കറുത്ത നല്ല നീളമുള്ള ഒരുമാതിരിയുള്ള ഒരു അട്ടയുണ്ട്, അട്ട. അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ മഴ സമയത്ത് മാത്രമേ ഇത് കാണുള്ളൂ, എല്ലാ സമയത്ത് നമുക്ക് മഷി ഇട്ടാൽ ഒന്നിനെ കാണാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ലെവലാണ് സംഭവം. കാണിച്ചു തരാം, ഒരെണ്ണത്തിനെ കണ്ടിട്ടുണ്ടേ. ഗൈസ്, അപ്പോൾ ഇറങ്ങുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ടാസ്ക് ഉള്ള ജോലിയാണ്. നമുക്കൊരു ട്രക്കിങ്ങിന്റെ ഫീല് കിട്ടും ഇറങ്ങുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ ഈ വഴി വെട്ടിയിട്ടുള്ളത് ഇത് പൊതുവഴിയല്ല. ഇത് നമുക്കിവിടെ ഇറങ്ങി കുളിക്കണമെങ്കിലോ പിന്നെ നമുക്ക് അത്യാവശ്യം ഫിഷിങ്ങിന് വേണ്ടി ചെറിയ രീതിയിൽ വെട്ടിയ ഒരു പടമാണത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സൂക്ഷിച്ച് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതിൽ കൂടെ ലേഡീസിനൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും സൂക്ഷിച്ചിറങ്ങാം. സൂക്ഷിച്ചില്ലെങ്കിൽ നേരെ നമ്മൾ പോയി തോട്ടിൽ കുഴിയിലങ്ങ് വീഴും. അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഹീറോ പേനാണ് വിഷയം, ഹീറോ പേന. പിടിച്ചല്ലോ. നീ ഇവിടെ ഇറങ്ങട്ടെ ആദ്യം. രണ്ടും ലാസ്റ്റ് അങ്ങ് പോകും ടോട്ടലിനകത്ത്. അട്ടാവെല്ലാം കാണുന്നത് ഞാൻ കുതിര കഴിഞ്ഞ്. അപ്പോൾ വൻ സീനാണ് ഗൈസ്. കൂടെ നമ്മളൊരു പയ്യനും കൂടെ ഉണ്ട്. അപ്പോൾ മഹേഷ് ബ്രോയാണ്, മഹേഷ്. അപ്പോൾ നമ്മളെ ഈ ട്രക്കിങ്ങിൽ നമ്മുടെ പങ്കാളിയായിട്ട് മഹേഷ് ബ്രോയും കൂടെ ഉണ്ട്. ഗൈസ്, അപ്പോൾ കള്ളിക്കാടെന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ ഈ തോടുണ്ടല്ലോ, ഈ തോട് നമുക്കിവിടെ പ്രായമൂട് വെച്ച്, പ്രായമൂടെന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകരയ്ക്ക് 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ഈ പ്രായമൂടെന്ന് പറയുന്ന ഭാഗം, ഈ പ്രായമൂട് വെച്ച് നമുക്ക് നെയ്യാറുമായിട്ട് ജോയിൻ്റ് ചെയ്ത് പിന്നെ ഇത് പൂവാറ് പോയി കടലിലങ്ങ് പോകും. അപ്പോൾ ഇതാണ് ഈ തോടിൻ്റെ ആ ഒരു സ്ട്രക്ചർ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ കള്ളിക്കാടെന്ന് ഉത്ഭവിക്കുന്ന ഈ തോട് തുടങ്ങുന്നത് തൊട്ട് ഏകദേശം ഇതുവരെയൊക്കെ ഈ രീതിയിൽ തന്നെയാണ് ഒഴുകി വരുന്നത്. പക്ഷേ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മണലൊക്കെ എടുത്ത് ബണ്ടൊക്കെ ഇടിഞ്ഞ് വീഴാറായ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. നേരത്തെയൊക്കെ മണലൂറ്റുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മണലൊന്നും ഊറ്റില്ല. കാരണം നമ്മളന്ന് നേരത്തെ ഇവിടെ താമസമില്ലായിരുന്നു. അപ്പോൾ വീടെല്ലാം വാടകയ്ക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം മണലൂറ്റാനുള്ള ഒരു സൗകര്യം കൊടുക്കുന്നുമില്ല. ഊറ്റിയ നമ്മൾ സീനാക്കും. ആ ഒരു കണ്ടീഷനിലായതുകൊണ്ട് ഇപ്പോൾ ഊറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയൊക്കെ വളരെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ ഊറ്റുണ്ട്, നല്ല ചർക്കലുണ്ട്.
നമ്മള് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയും പോലെ ചിലരാണെങ്കിൽ വീടിനടുത്തുള്ളതൊന്നും ഉപയോഗിക്കത്തില്ല. പക്ഷെ ദൂരം ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഇത് സൂപ്പർ, അത് സൂപ്പർ, അത് സൂപ്പർ. പക്ഷെ നമുക്കങ്ങനെയല്ല. എനിക്കിത് ഇന്നും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയ്ക്ക് സൂപ്പറാണ് ഇവിടെ. നമുക്കിവിടെ മഴ സമയത്തൊക്കെ ആകുമ്പോഴേ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല മഴയൊക്കെ 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ ഏകദേശം ആ മുകളിൽ വരുന്ന മുകളിൽ ആ ലെവലിലാണ് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ തോട് നമ്മുടെ നെയ്യാറുമായിട്ട് അങ്ങ് ലിങ്ക് ആവും. 2 തോടുണ്ട്. ഇത് മെയിനായിട്ടുള്ള വലിയ തോടാണ്. ഇനി ചെറിയൊരു തോടുണ്ട്, ഇടത്തോടെന്ന് പറയും. പിന്നെ അതിനകത്ത് 92 ഏക്കർ വയലാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി അതിൻ്റെ കാര്യങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ അത്യാവശ്യം രാത്രിയൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല സൈസുള്ള ഈ സൈസൊക്കെ ഉള്ള കൊഞ്ച് കാണും. പിന്നെ അത്യാവശ്യം നല്ല സൈസുള്ള മലിഞ്ഞില്, നെടുമീൻ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ വളർത്തുമീൻ അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. അതൊക്കെ ഈ മഴവെള്ള സമയത്തും വെള്ളപ്പൊക്ക സമയത്തും വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ചെറിയ പരല്, പാവല്, പഞ്ചല് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ തോടിൻ്റെ കാര്യങ്ങളെ. പിന്നെ അത്യാവശ്യം നീർപ്പുളയൊക്കെ ഉണ്ട്. വലിയ രീതിയിലൊന്നുമില്ല. നമ്മൾ സഞ്ചാരം എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു സഞ്ചാരം ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള നീർപ്പുളവനൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും കൊള്ളാം. പിന്നെ ഇതിന്റെ തൊട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ബണ്ട് മറിയാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ അത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. മറിയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. ഏകദേശം കുറച്ച് സൈഡൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് വീഴുന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ സൈഡിൽ ബണ്ട് ഇടിഞ്ഞ് വീഴുന്ന് അവിടെ കരിങ്കല്ല് കെട്ടിയ ഭിത്തി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് നേരെ കയറി നമുക്കിനി നേരെ അടുത്ത അപ്പുറത്ത് വയലിൽ പോയി. ഈ തോട്ടിൻ്റെ അക്കരെ കയറുന്ന എന്ന് പറഞ്ഞാൽ ഇതുകൂടി ഒരു വരമ്പാണ്, ഒരു നടപ്പാത. ഈ നടപ്പാതയ്ക്ക് അപ്പുറം വയലാണ്. 92 ഏക്കറാണ്. ഇപ്പം കൃഷിയൊന്നുമില്ല. ബാക്കി വാഴ കൃഷി, തെങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഒരു 10-20 കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് മത്സ്യകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങൾ അങ്ങോട്ട് പോവാം. തീരെ വെള്ളം പൊങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പാമ്പ് കാണും. പാമ്പ് മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മൂർഖനാണ്. പിന്നെ ഇവിടെ പണ്ട് ഒരു ഏകദേശം 2 വർഷം മുമ്പൊക്കെ നീർനായ ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. നീർനായ. പിന്നീട് അതിൻ്റെ ഒരു അറിവൊന്നുമില്ല. പിന്നെ ഞണ്ട്, കൊഞ്ച്, പിന്നെ മലിഞ്ഞില് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 6 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു 3 കിലോ 4 കിലോ സൈസുള്ള മലിഞ്ഞിലൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും വലിയൊരു സൈസ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ചെറിയ കനം കുറഞ്ഞ കങ്കൂസായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചൂണ്ടയിൽ വലിച്ച് ഇഞ്ഞ് കരയിൽ കൊണ്ടുവന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവൻ ചൂണ്ട കടിച്ച് പൊട്ടിച്ച് ആ വായ്ക്കകത്ത് ചൂണ്ടയുണ്ട്, അതുമായിട്ട് അങ്ങ് മിസ്സായി. പിന്നെ കുറച്ച് ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഈ റബ്ബറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊതുക് പറഞ്ഞാൽ ചെറിയ ഐറ്റം കൊതുക്. നമ്മൾ എവിടെ നിന്നാലും ഒരു 2 മിനിറ്റിൽ കൂടുതൽ നമ്മളെ നിൽക്കാൻ സമ്മതിക്കില്ല. ചെവിയിലൊക്കെ വന്ന അവന്മാർ പാട്ട് പാടും. അപ്പോൾ പാട്ടെല്ലാം കേട്ട് നേരെ മുകളിലോട്ട് കയറാം. ഇത് ഇറങ്ങുന്നതും കയറുന്നതുമാണ് ഒരു ടാസ്ക്. ഈ മഴയൊക്കെ പെയ്ത് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടിന്റെ മരപ്പാലം. നെയ്യാറ്റിൻകര പൂവാർ റോഡില് ഏകദേശം പ്രായമുട് കഴിഞ്ഞ് ഒരു 100 മീറ്റർ കഴിയുമ്പോഴാണ് ഈ മരപ്പാലം. അപ്പൊ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നെയ്യാറ്റിൻകര പോവാം. ഇതിന്റെ എതിർ സൈഡ് പോയി കഴിഞ്ഞാൽ പൂവാറ്. അപ്പൊ നമുക്ക് ഇതുവഴിയാണ് നമുക്ക് ഈ 92 ഏക്കറൊക്കെ വരുന്ന പണ്ട് നല്ല വിശാലമായിട്ടുള്ള രീതിയിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു എൻട്രൻസ് അകത്ത് കയറാനുള്ള. വേറെ സൈഡ് വഴി നിരവധി വഴികളൊക്കെ ഉണ്ട് അകത്ത് പ്രവേശിക്കാനായിട്ട്. അപ്പൊ നമുക്ക് വണ്ടിയിലൊക്കെ വരുമ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ഒരു എളുപ്പ വഴി ഇതാണ്. ഇതിനകത്ത് നല്ല രീതിയിൽ പിള്ളേർ കളിക്കാനുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നും ക്രിക്കറ്റ് കളി, ഫുട്ബോള് അങ്ങനെയുള്ള കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പണ്ടൊരു മെഡിക്കൽ കോളേജിന് വേണ്ടി, ഒരു ദന്തൽ കോളേജിന് വേണ്ടി ചെയ്തൊരു ബിൽഡിംഗ് ആണ്. അപ്പൊ നല്ല രീതിയിൽ, പക്ഷെ ഇത് ഒരു പ്രവർത്തനം ആയിരുന്നെങ്കിൽ ഇത് നല്ലൊരു വികസനം ഉണ്ടാവുമായിരുന്നു ഇവിടെ. അത്യാവശ്യം ഇതേപോലെ ഒരു 3-4 ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഒരു ബിൽഡിംഗ് ഒരു മണ്ഡപമായി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മേരി മാത ദന്തൽ കോളേജ് എന്ന് പറയുന്ന ആ ഒരു ടീം വെച്ച ഒരു ബിൽഡിംഗ് ആണിത്. പിന്നെ ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം അങ്ങനെ വേറെ എന്തോ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ബാഗിൽ. അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട്
പിന്നെ ഉദ്ഘാടനം ഒരു 75% ഒക്കെ ആയ സമയത്ത് നിലച്ച മട്ടാണ്. 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു നില ഹൈറ്റിലൊക്കെ ഇവിടെ വെള്ളം മുങ്ങിയ ആ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ നല്ല രീതിയിലുള്ള ഒരു വികസനം ഉണ്ടാകുമായിരുന്നു. ഉണ്ടോ, ഇതെല്ലാം കൃഷിയായിരുന്ന ഒരു ഭാഗമാണ്. ഇതിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചതുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊന്നും പോകാനായിട്ട് പറ്റത്തില്ല, കാരണം പുറമേ പുല്ലായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ നമ്മൾ ചവിട്ടുന്നത് ചതുപ്പിലാണെങ്കിൽ ഏകദേശം 2 ആൾ താഴ്ച 3 ആൾ താഴ്ചയൊക്കെ ഉള്ള ചതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. വരുന്ന ഈ സ്ഥലത്ത് ഇപ്പൊ കൃഷിയൊന്നുമില്ല. ഇപ്പൊ ഇതേപോലെ ടാർ മിക്സിംഗ് പ്ലാന്റ്, പിന്നെ പിള്ളേർ കളിക്കാനുള്ള ഗ്രൗണ്ട്, പിന്നെ കുളങ്ങളെന്ന് പറഞ്ഞാൽ 10-20 കുളങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, പായലൊക്കെ ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ മഴ സമയം അല്ലാതെ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. എപ്പോഴും നിറച്ച് വെള്ളം കാണും. പിന്നെ ഇറങ്ങാനായിട്ടെന്ന് പറഞ്ഞാൽ JCBക്കൊക്കെ ഇതെടുത്ത് ഈ കുളങ്ങളാണ്. JCBക്ക് കോരിയില്ലേ, അതിൻ്റെ കൈ കൊണ്ട് കോരിയ കുളമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അഥവാ ഇറങ്ങി ചെളിയിൽ പുതഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ച് കാല് ഊരി വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്, ഡേഞ്ചറാണ്. പിന്നെ നല്ല സൈസുള്ള മീനും കാര്യങ്ങളുണ്ട്. ഇതിനടുത്താണ് നമുക്ക് ഈ ടാർ മിക്സ് ചെയ്യുന്ന ആ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റേറ്റ് തിരുവനന്തപുരം ജില്ലയിലുള്ള NH-66 അത്യാവശ്യം വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇതെല്ലാം പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്നത്. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡെയിലി ഒരു 10-25-30 ലോഡ് വലിയ ടാറസ് ലോഡിനാണ് ഈ ടാറെല്ലാം മിക്സ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. 4 സൈസ് മെറ്റലാണ് ഇവിടെ നിന്ന് ഒരേ സമയം ടാറ് മിക്സ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. സൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുവിധമുള്ള 1/2 ഇഞ്ച് സൈസ്, പിന്നെ കുറച്ച് ചിപ്സ് തന്നെ 3 ഐറ്റം ഉണ്ട്. അപ്പോൾ ഓരോ സമയം തീരുന്നതിനനുസരിച്ച് ഇവർ ഇതിൽ സാധനം ഇട്ട് കൊടുക്കും. വലിയ ടിപ്പറിന് വന്ന് ഇതിനകത്ത് ഈ ഒരു സ്റ്റോറേജിന് ഇതിനകത്ത് അവരങ്ങ് സാധനം നിക്ഷേപിക്കുക. അപ്പോൾ അതുവഴി ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാറുമായിട്ട് മിക്സ് ചെയ്ത് തീയൊക്കെ കത്തി ഒരു സൈഡ് വഴി വണ്ടി ഇത് കളക്ട് ചെയ്യാൻ വരും. അപ്പോൾ വണ്ടിയിൽ സംഭവം കളക്ട് ചെയ്ത് പോകും. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷേ ഇത് റണ്ണിങ് ആയിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ദർശിക്കാൻ പറ്റില്ല. ഈ ചിപ്സും ഈ മറ്റതെല്ലാം കൊണ്ട് നമുക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഈ മലയുടെ ഹൈറ്റിനനുസരിച്ച് വന്ന് കൊണ്ടങ്ങ് അടിച്ചങ്ങ് പൊക്കിയിടും. കാണാനൊക്കെ തന്നെ ഒരു പ്രത്യേക ഇതായിരുന്നു. പിന്നെ നൈറ്റാണ് കേട്ടോ കൂടുതൽ പണി നടന്നുകൊണ്ടിരുന്നത്. പകൽ സമയത്ത് ഇതിൻ്റെ ഒരു ടാറിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനത് കാരണം നൈറ്റാണ്. പിന്നെ നൈറ്റ് ആകുമ്പോൾ ഈ കൂടുതൽ വർക്കെല്ലാം ടാറിങ് എല്ലാം നൈറ്റാണ് നടന്നുകൊണ്ടിരുന്നത് വർക്ക്. ഇതെല്ലാം ഇവിടെ പിള്ളേർ കളിക്കാൻ വന്നിട്ടുണ്ടല്ലോ സ്കൂളിൽ. അവരെ സ്റ്റോർ ചെയ്യുന്ന ഈ സാധനം നമുക്ക് ഏത് സൈസാണോ നമുക്കിവിടെ ആവശ്യമുള്ളത് ആ സൈഡുള്ള ഇതിനുള്ള ഒരു ക്യാപ്പ് മാറ്റി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടി സൈഡ് ബെൽറ്റ് വഴി ഈ സാധനം വന്ന് ഇതാ ഇവിടെ ഈ കൺവെയർ ബെൽറ്റിൻ്റെ അവിടെ വഴി ഇവിടെ നിന്ന് ഇത് നേരെ കണക്ട് ചെയ്ത് ഇതിനകത്ത് ടാറുമായിട്ട് ഇതിൻ്റെ അടി സൈഡ് തീ കത്തിക്കൊണ്ടിരിക്കും. തീയെ ഇതിനകത്ത് വിഴുന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ടാറുമായിട്ട് മിക്സ് ചെയ്യും. നേരെ ത്രൂ ആയിട്ട് തിരിച്ച് അവിടെ അത് ഗ്യാസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടാങ്കാണ്. അവിടെ നിന്നാണ് ഇതിനനുസരിച്ചുള്ള ഈ ഗ്യാസ് കത്താനുള്ള തീ കത്താനുള്ള ഗ്യാസ് എല്ലാം അവിടെ നിന്നാണ് ഇതിനകത്തോട്ട് വരുന്നത്, ഈ ബർണറിനകത്തോട്ട്. തിരിച്ചതെല്ലാം മിക്സായി നേരെ ഈ കൺവെയർ ബെൽറ്റിൽ വന്ന് ആവശ്യത്തിനനുസരിച്ച് ഇവർ അതിനുള്ള ഓപ്പണിങ് തുറക്കുമ്പോൾ ഇവിടെ വന്ന് വിടും. അപ്പോൾ ഇതിൻ്റെ നേരെ ഇവിടെ വന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ടോറസാണ്. അപ്പോൾ വലിയ ടോറസിന് ഹൈറ്റിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ചയിലൊക്കെ ഒരു കുഴി പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. വണ്ടി ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് തുറന്നു കൊടുക്കും. സാധനം നേരെ വണ്ടിയിൽ വരുന്നത്. ഇവിടെ നമ്മൾ വന്ന സമയത്ത് വേറെ 2 ആൾക്കാരൊക്കെ അപ്പോൾ എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ 92 ഏക്കറിൽ വരുന്ന ഈ വയൽ വരുന്ന ഭാഗത്ത് പണ്ട് വയലായിരുന്നു, പക്ഷേ ഇപ്പോൾ വയലല്ല. ഇഷ്ടംപോലെ തെങ്ങൊക്കെ ഉണ്ടായി. ഈ തെങ്ങെല്ലാം ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കള്ളാണ് ഇവിടെ നിന്ന് പോകുന്നത്. എല്ലാ തെങ്ങിലും നമുക്ക് ഈ കയറാനുള്ള ആ പടിയും പിന്നെ മുകളിൽ കുടമൊക്കെ കാണാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് കുറച്ച് പേര് ഉള്ളിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് നേരെ നെയ്യാറിലോട്ട് പോകാം. പിന്നെ ആ സൈഡെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പുറകു സൈഡ് തന്നെയാണ് ആ സൈഡെന്ന് പറഞ്ഞാൽ. അതുവഴി നമുക്ക് വരാമായിരുന്നു. പക്ഷെ നമുക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്.
നമുക്കിവിടെ നടന്ന് വന്നിട്ട് തിരിച്ച് നെയ്യാറ് പോകണമെങ്കിലേ തിരിച്ചിവിടെ വന്നിട്ട് തിരിച്ച് നടന്ന് വീട്ടിൽ പോയി അങ്ങനെ കറങ്ങിയേ പോകാൻ പറ്റും. അത് തിരിച്ച് നമുക്ക് ആ ഒരു നിങ്ങളുടെ ഫ്രണ്ടിൽ കാണിച്ചു തരുമ്പോൾ അതൊരു ടാസ്ക് ആയിരിക്കും. പിന്നെ അതും പോയിട്ട് ഉച്ച സമയമൊക്കെയാണ് മഴയൊക്കെ ആയിരുന്നു 2 ദിവസം. അപ്പോൾ ഈ ചൂട് കായാനൊക്കെ ആയിട്ട് ഈ മാളത്തിലെന്നൊക്കെ ഈ പാമ്പൊക്കെ ഇറങ്ങി കിടക്കാൻ ഫുള്ള് കാടാണ് അങ്ങോട്ടല്ല, നടപ്പാതെയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ചൂണ്ടയിടാനുള്ള സമയത്ത് പിന്നെ അല്ലാതെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്ലേസാണ്. അല്ലാതെ നമ്മൾ വെറുതെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വരത്തില്ല. ആ കാട്ടിനിടയിലെ കൂടെയൊക്കെ ഒന്ന് പാമ്പ് കടിയാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി അവിടെ ഉള്ളിലോട്ടുള്ള പ്ലേസെല്ലാം കാണിച്ചു. പ്ലേസപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ചുടുകല്ല് നിർമ്മാണ യൂണിറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് നല്ല രീതിയിലുള്ള, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് റണ്ണിങ് അല്ല, നല്ല രീതിയിൽ ചുടുകല്ലൊക്കെ ഇവിടെ നിന്ന് കയറ്റി പോകുന്നുണ്ട്. ഇതാകുമ്പോൾ അത്യാവശ്യം ആളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞ പ്ലേസ് ആയതുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാനും പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇതാണ് കണ്ടോ, ഇതുപോലെ ഞാൻ പറഞ്ഞില്ല ഒരു 10-20 കുളമെങ്കിലും നമുക്ക് ഇതിനകത്തുണ്ടാവും ഇതേ കണ്ടീഷനിൽ. ഇതിനകത്തെല്ലാം നല്ല സൈസും കാര്യങ്ങളുള്ള മീനുണ്ട്. പക്ഷെ നമ്മൾ അബദ്ധത്തിൽ വിഴുന്നു കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, നിർഭാഗ്യമാണെങ്കിൽ നമ്മളെ കട്ടയും പടവും മടങ്ങും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. നല്ല രീതിയിൽ താഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫിഷിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല സൈസുള്ള മീൻ പിടിക്കാനായിട്ട് നമ്മളെല്ലാം സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലായിട്ട് ഉള്ള ആ ഒരു കാട് പിടിച്ച് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നടപ്പാത എന്ന് പറയാൻ ഒട്ടുമില്ല, തീരെ ഇല്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനാണ് നിങ്ങൾ കാണിച്ചു തരാം. തൊട്ടടുത്ത് എത്താറായി, പിന്നെ അങ്ങ് ഏക്കർ കണക്കിന് അതേപോലത്തെ ഒരു കണ്ടീഷൻ തന്നെ അങ്ങ്. പക്ഷേ കൃഷിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കാണാനൊക്കെ ഒരു കാഴ്ചയും പിന്നെ ബാക്കിയുള്ള, പക്ഷേ ഇവിടെ അതിനുള്ളൊരു സ്കീമും കാര്യങ്ങളൊന്നും ഇപ്പോൾ സർക്കാർ ചെയ്യുന്നില്ല. പിന്നെ മനുഷ്യർ ചെയ്ത് മടുത്ത് ചെറിയൊരു വെള്ളപ്പൊക്കം വന്നാലും ഒരാൾക്കൊക്കത്തിനുള്ള വെള്ളം ഇവിടെ കാണും. അതിനുള്ള ജോലിക്കാരില്ല, അങ്ങനെയുള്ള സാഹചര്യമില്ല. ജോലിക്കാരുടെ ശമ്പളമൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആ ഒരു ശമ്പളമാണ്. അപ്പോൾ അതാണ് എല്ലാവരും കൃഷിയൊക്കെ ഉപേക്ഷിക്കാൻ കാര്യം. നല്ല രീതിയിൽ കൃഷി ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിലെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തോളം നെല്ല് ഒരു സമയം ഒരു വൈകുന്നേരം 4 മണി സമയമാകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ നെല്ല് വിളയുമല്ലോ, ഒരു 3/4% ആകുമ്പോൾ ഈ തത്ത വരും. തത്ത അതൊക്കെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. പക്ഷേ ഈ നെല്ലെല്ലാം കൊയ്തെടുത്തതിന് ശേഷം ഇവർ ആ ഒരു സീസൺ നോക്കിയാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സീസൺ നോക്കിയാലും എപ്പോഴായാലും ഒരു ചെറിയ മഴ പെയ്താലും വെള്ളം പോകും. അപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സീസൺ സമയത്താണല്ലോ കൃഷി. ഞാൻ പണ്ടത്തെ കാലാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കാലാവസ്ഥയാണല്ലോ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോൾ വേണം മഴ, വെയിൽ, അങ്ങനെയുള്ളൊരു സാഹചര്യം. പക്ഷേ പണ്ട് ഈ ഇടയ്ക്കുള്ള ഇവർ സാഹചര്യമൊക്കെ നോക്കി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ വരുന്ന സീസണിൽ പിന്നെ കൃഷി കാണൂല. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പരന്ന് ഇതിൽ വെള്ളം കയറുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കടൽ പോലെ തോന്നിക്കും. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്രായത്തിലാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വാഴയുണ്ടല്ലോ, വാഴ കൊല മുറിച്ചുള്ള തടകളൊക്കെ എല്ലാം വെച്ച് ഒരുമിച്ച് കെട്ടി അതിൻ്റെ പുറത്തിരുന്ന് ചങ്ങാടൊക്കെ വെച്ച് കെട്ടി ഒരു കലാപരിപാടി തന്നെയായിരുന്നു ആ സമയത്തെന്ന് പറഞ്ഞാൽ അതൊക്കെ. പക്ഷേ ഇപ്പോഴേ വെള്ളം പൊങ്ങിയാൽ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വന്ന് വീഴുന്ന അങ്ങ് താന്നു പോകും, ബോട്ടിൽ കാലി. പിന്നെ കാടും പടപ്പൊക്കെ ആയതിനു ശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്, അണലി, പിന്നെ മൂർക്കൻ. പിന്നെ കൈസ് വേറൊരു കാര്യം പറയുന്നത് മയിലൊക്കെ ഉണ്ട് ഇതിനകത്ത്. മയില്, മരപ്പട്ടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങന്മാരൊക്കെ വന്നിട്ട് പോകും. കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങൾ, ഇഷ്ടം പോലെ പ്ലാവും ഈ മാവും കാര്യങ്ങളും അമ്മമാർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും. പിന്നെ ഇതിന് സൈഡിൽ വരുന്ന വീട്ടുകാരൊക്കെ ഫുഡ് കൊടുക്കും. നമ്മൾ ഒരു മാസം ഈ മഴ സീസൺ തുടങ്ങിയ സമയത്താണെങ്കിൽ ഈ പോകുന്ന വഴിയെല്ലാം നമ്മുടെ ഈ വരാലുണ്ടല്ലോ, വരാല് പ്രസവിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് കാണാറുണ്ട് നല്ല ചുവപ്പ് കളറിൽ. നമ്മളെ റെഡ് കാർപ്പില്ലേ, റെഡ് കാർപ്പ്, അതേ മെത്തേഡിൽ ഇങ്ങനെ ഒരു രണ്ട് വരാല് കാണും അടിയിൽ. അതിൻ്റെ മുകളിലായിട്ട് ഒരു 10-100 കുഞ്ഞുങ്ങൾ ഇങ്ങനെ താഴെ പോകും, മുകളിൽ വരെ ഇങ്ങനെ പൊങ്ങി കളിക്കും. നല്ല ഭംഗിയായിരുന്നു. എല്ലാം ആൾക്കാർ പിടിച്ചൊതുക്കി. അപ്പോൾ ഇനി കുറച്ചുകൂടെ നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോവാണ്. മുമ്പോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ 92 ഏക്കർ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. 1 കിലോമീറ്റർ പോലും ആയില്ല. 1 ഏക്കറിനകത്തുള്ള സ്ഥലം പോലും നമ്മൾ കവർ ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 100 മീറ്റർ മാത്രമേ നമ്മൾ കയറി വന്നിട്ടുള്ളൂ. ബാക്കി 92 ഏക്കറും ഇതേ ഒരു അവസ്ഥ തന്നെ.
നമ്മൾ പോകുന്തോറും പക്ഷേ ഈ കാടിൻ്റെ ഈ ഒരു നെരുക്കവും നമുക്ക് നടപ്പാതയും വഴിയും ഒന്നും നമുക്ക് പിന്നെ അങ്ങോട്ടില്ല. പിന്നെ നമ്മൾ പോകണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വഴി വെട്ടിപ്പോകണം. നമ്മൾ അങ്ങനെയുള്ളൊരു സാഹസികമായ ആ ഒരു ട്രക്കിങ്ങിനൊന്നും മുതിരുന്നില്ല. കാരണം ഈ മഴ സമയമായതുകൊണ്ട് ആശാന്മാരെല്ലാം 2 ആഴ്ച കൊണ്ട് മഴയായിരുന്നു. അപ്പോൾ ഇവന്മാർക്ക് ഫുഡൊന്നും കഴിക്കാനുള്ള, പുറത്ത് ഇര തേടി ഫുഡ് കഴിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നെന്ന് വേണം കരുതാൻ. പിന്നെ അത് പോയിട്ട് ഇല്ല തണുപ്പായിരുന്നല്ലോ കാലാവസ്ഥ. അപ്പോൾ ഈ ചെറിയുള്ള സമയത്ത് ഇവന്മാരെല്ലാം മഴത്തിൽ നിന്ന് പുറത്തിറങ്ങി ചൂട് കാണാനായിട്ട് പുറത്തിറങ്ങുന്ന ആ ഒരു ഏർപ്പാടുണ്ട്. അബദ്ധത്തിൽ ഇതുപോലത്തെ കുറ്റിക്കാടിലെല്ലാം പോയി ചവിട്ടാണെങ്കിൽ 8ന്റെ പണി കിട്ടും. ഈ നമ്മൾ ഈ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 92 ഏക്കർ വരുന്ന ഈ ഒരു വയൽ പ്രദേശമാണ്. വയലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഴയും ഇടയ്ക്കിടയ്ക്ക് പാട്ടത്തിനൊക്കെ എടുത്ത് വാഴ കൃഷിയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള പ്ലോട്ടുകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാട് പിടിച്ച് ഉപേക്ഷിക്കപ്പെട്ട ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിനും തീരെ മുമ്പോട്ട് പോകുന്നില്ല. ഇത് തന്നെയാണ് ഈ 92 ഏക്കർ, ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ഇതിനകത്ത് ഇതിനടുത്തായിട്ട് ഒരു ശ്മശാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി തീരെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഇത് തന്നെയാണ് ഒരു കാഴ്ച. നമുക്ക് വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചകളൊന്നുമില്ല. ഈ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പാട്ടത്തിനൊക്കെ എടുത്ത് 1-2 കൃഷിയും കാര്യങ്ങളുണ്ട്. വാഴ കൃഷി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫുൾ ഇതുപോലെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ കാട് പോലെയാണ്. കാട് പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വഴി അറിയായിരുന്നാലും ഈ ഇടയ്ക്കിടയ്ക്ക് ചതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മൾ വഴി മാറി കാല് ചവിട്ടുകയാണെങ്കിൽ ചതുപ്പിലായിരിക്കും ചവിട്ട് പറ്റിയ നമ്മളങ്ങ് തിരിച്ച് കയറി വരാനുള്ള സാധ്യതയൊക്കെ ടാസ്ക്കാണ്. നല്ല രീതിയിൽ അങ്ങ് നമ്മളെ ശരീരമൊക്കെ അങ്ങ് താഴ്ന്നു പോകും. പിന്നെ ഇപ്പോൾ മഴ പെയ്തിപ്പോൾ തുറന്ന് നിൽക്കുന്ന ആ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ ഉയർന്നു നിൽപ്പുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് ഇനി നേരെ തിരിച്ച് നെയ്യാറിലോട്ടാണേ. വയലും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടോ? ഈ 92 ഏക്കറും ഒരു കൃഷിയും ഇല്ലാതെ തരിച്ച് ഭൂമിയായിട്ട് കാടും പിടിച്ച് കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതൊക്കെ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കിക്കൊള്ളണം. ഇതിൽ ഒരു ചെറിയൊരു പ്ലോട്ട് പോലും അവർ വേസ്റ്റ് ആക്കാതെ അവിടെ വരെ പറ്റുന്ന രീതിയിലൊരു കൃഷി അവർ ചെയ്യുമായിരുന്നു. ശരി, പക്ഷേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി വന്ന ആ ഒരു ബിൽഡിംഗാണ്. ഇനി നേരെ പോകുന്നത് നമുക്ക് നെയ്യാറിലോട്ടാണ്. അപ്പോൾ നമുക്ക് ആറ്റിലോട്ട് പോകാം. ഇതിപ്പോൾ അങ്ങനെ നമ്മൾ നെയ്യാറിൻ്റെ കരയിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെയും നല്ല രീതിയിലുള്ള ഒരു കാലം മൂടിക്കെട്ടിയ ഒരു അവസ്ഥയാണ്. ഇവിടെ നമുക്ക് ആറ്റിലോട്ട് പോകുന്ന ആ ഒരു വഴിയെ നമുക്ക് ഈ ഒരു ആറ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യാറ്റിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ പ്രായംകൂടാണ്. ആ ലൊക്കാലിറ്റിയിലാണ് എൻ്റെ വീടും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഈ നടന്നു വരാനുള്ള ആ ഒരു ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ആറ്റിലോട്ട് ഞാൻ കാണിച്ചു തന്നില്ല, ആ ഒരു കൃഷി ഉണ്ടായിരുന്ന ആ വയൽ പ്രദേശത്തിലോട്ട് അങ്ങോട്ടല്ല. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഈ പ്രായംകൂട് പാലത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന നികുതി ചെക്ക് പോസ്റ്റാണ്. നേരെ പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇതിൻ്റെ ഒരു സൈഡ്. അത്യാവശ്യം ഈ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആട് മൂടി കെട്ടിയ ചെറിയ കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞ ഒരു വഴി തന്നെയാണ്. നല്ല രീതിയിലുള്ള അണലിയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പ്രായംമൂട് പാലമുണ്ടല്ലോ, പാലം ഞാൻ പറഞ്ഞല്ലോ, നികുതി ചെക്ക് പോസ്റ്റ് വരുന്ന ആ പാലത്തിൻ്റെ അടുത്തുകൂടെയാണ് നമുക്ക് ഈ ഒരു പ്രദേശത്തോട്ട് വരുന്നത്. നല്ല അടിപൊളി കാഴ്ചകളാണ്. പക്ഷെ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കുറച്ചുകൂടി അപ്പുറത്തുള്ള ആ ലൊക്കാലിറ്റിയിൽ വെച്ചാണ് ഞാൻ നേരത്തെ കാണിച്ചതില്ല, ആ 2 തോടും ഈ പാലത്തിൻ്റെ തൊട്ട് താഴെ വെച്ചാണ് നമുക്ക് ഈ നെയ്യാറുമായിട്ട് ജോയിൻ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു ദ്വീപം കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ നേരെ ഫ്രണ്ടിൽ കൂടെ ഒഴുകി പോകുന്നതാണ് ഈ നെയ്യാറ്. അപ്പോൾ ഇത് വേറൊരു ചെറിയൊരു നദി വന്ന് അതിൽ ജോയിൻ്റ് ചെയ്യുന്ന കണ്ടോ, അതാണ് എൻ്റെ വീടിൻ്റെ നേരെ പുറകിൽ വരുന്ന ആ ഒരു തോട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു ചെറിയൊരു തോട് ഞാൻ കാണിച്ചെന്നല്ലോ, ആ തോടും വന്ന് ഇവിടെ ജോയിൻ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദ്വീപും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ്വീപ് നല്ല രീതിയിലുള്ള സൂപ്പർ കാഴ്ചയാണത്. കണ്ടോ ഗൈസ്, ഇവിടെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ 6 അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വീതി കൂടിയൊരു ഭാഗമാണ്. നല്ല വീതിയുള്ള സ്ഥലമൊന്നും അല്ലായിരുന്നു ഈ പണ്ടുള്ള സമയത്തൊക്കെ. മണലൊക്കെ എടുത്ത് അത്യാവശ്യം വീതി കൂടിയതാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് നെയ്യാറ് 2ആയിട്ട് സ്പ്ലിറ്റ് ആവും. നല്ല വീതിയിൽ ഇതുവഴി പോകുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഭാഗം ഇതോ കാണിച്ചിരുന്ന കണ്ടോ, അങ്ങനെ കറങ്ങി അതുവഴി പോകും. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഒരു ഐലൻഡ് പോലെ ഒരു ഭാഗം കുറച്ച് ദൂരത്ത് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് ഫിഷിങ്ങിനൊക്കെ പോകുമ്പോഴും നമ്മൾ ഇവിടെ നിറങ്ങി നമുക്ക് നീന്തി പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അപ്പുറത്തൂടെ നടന്ന് വേണമെങ്കിൽ പോകാനുള്ള സൗകര്യമുണ്ട്. നല്ല സൂപ്പർ കാഴ്ചയാണ്. നല്ല സൈസുള്ള മീനുണ്ട്, എന്നെക്കാളും വലിയ സൈസുള്ള മീൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കമ്പുകളൊക്കെ നിങ്ങൾ കുത്തി നിർത്തിക്കുന്നത് കണ്ടോ, ഈ കമ്പ് ചെറിയ ചെറിയ ഇതെല്ലാം നമുക്ക് ഈ തിരുവനന്തപുരം ലൊക്കാലിറ്റി, ഏകദേശം തിരുവനന്തപുരം കാട്ടാക്കട ആ ഒരു ലൊക്കാലിറ്റി ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാൻ വരും. അത്യാവശ്യം നമ്മളെ ഈ പാലത്തിൻ്റെ താഴെ, ആ പാലത്തിൻ്റെ നേർ താഴെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുത്തി ഒഴി വരുന്ന വെള്ളം ഇവിടെ എത്തുമ്പോൾ ശാന്തമായിട്ട് വലിയ ഒഴുക്കില്ലാതെ വരുന്ന ഭാഗം ആയതുകൊണ്ട് അത്യാവശ്യം മീനൊക്കെ കാണുന്ന ഒരു പ്രദേശം ഇവിടെയാണ്. പക്ഷേ ഒഴുക്കുള്ള ഭാഗത്തും ഉണ്ട്. ഒഴുക്കുള്ള ഭാഗത്ത് ആ കരിങ്കല്ല് കെട്ട് വരുന്ന ഭാഗത്ത് മലിഞ്ചില് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ചൂണ്ടയിടാൻ വരുന്ന ആ ഒരു ടീംസ് എല്ലാം കുത്തി വെച്ചിരിക്കുന്ന കമ്പാണ്. നമുക്ക് അപ്പുറത്തെ പക്ഷേ ആ ദ്വീപിൽ പോയി കഴിഞ്ഞാൽ നിരയായിട്ട് ഇതുപോലെ കമ്പ് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത് കാണാം. ഇതെന്ന് പറഞ്ഞാൽ ചൂണ്ട നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം ചെറിയൊരു കൊളുത്ത് ഞാൻ കൊളുത്തി വെച്ചു. അപ്പോൾ നമുക്ക് ഈ മീൻ പിടിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വലിയ അറിയാൻ പറ്റും, നമുക്ക് മനസ്സിലായ. പക്ഷേ ഇവർ ചെറിയ മീൻ പ്രതീക്ഷിച്ചല്ല വരുന്നത്. ഇവരെല്ലാം നല്ല സൈസുള്ള ചെമ്പല്ലിയൊക്കെ എന്ന് പറഞ്ഞാൽ ചെമ്പല്ലിയുടെ ചാകരയുള്ള സ്ഥലമാണ്. ചെമ്പല്ലി, വറ്റ, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടം മാതിരി ഉണ്ട്. പിന്നെ വളർത്തു മീൻ, പിന്നെ നമ്മളെ നാടൻ മുഷി എന്ന് പറഞ്ഞാൽ ആസാം വള, ആറ്റുവാള, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. പിന്നെ വരാല്, ചേബ്രാല്, അങ്ങനെയുള്ള 2-3 ഐറ്റംസൊക്കെ ഒരുപാട് ഐറ്റം, ആമ, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ, കണ്ടല്ലോ. ഇനി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ദ്വീപൊക്കെ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വെള്ളം കൂടി നിൽക്കുന്ന ആ ഒരു സാഹചര്യമാണ്. ഇതുവഴി നമുക്ക് പോകാമായിരുന്നു, പക്ഷേ നമുക്കിപ്പോൾ പോകണമെങ്കിൽ വേറൊരു വഴി, നമുക്ക് നീന്തി പോകണം. നീന്തി പോകാനായിട്ട് നമുക്ക് പക്ഷേ പോയി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തിരിച്ച് വന്ന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി, നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല, ആ ഒരു സാഹചര്യത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിന്നീടെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഫിഷിങ്ങിൻ്റെ വ്ളോഗായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ദ്വീപിൽ പോയി ഇന്ന് ഒരു ചൂണ്ടയിടുന്ന ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യും. കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മളെ ഇവിടെ അവസ്ഥ. കള്ളിക്കാട് നമ്മളന്ന് നെയ്യാർ ഡാമിൽ പോയ ഒരു വീഡിയോ നിങ്ങൾ ഇതിൽ നമ്മളെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് അഗസ്ത്യ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന നമ്മളെ നെയ്യാറിനെ അവിടെ അണ കെട്ടി തടഞ്ഞു നിർത്തി തിരിച്ചതിൻ്റെ താഴോട്ട് ചെറു കൈവഴികളുമായിട്ട് ഈ ഒഴുകി വരുന്ന നെയ്യാറാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടിലൂടെ കടന്നു പോകുന്നത്. കണ്ടല്ലോ, നല്ല സൂപ്പർ കാഴ്ച എന്ന് പറഞ്ഞാൽ സൂപ്പർ കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ നാടായതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നതൊന്നുമില്ല, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ നെയ്യാറ്റിങ്ങര ലൊക്കാലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റീസ് പ്ലേസാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ വീടിൻ്റെ പുറകെ ഉള്ള ഒരു തോട്, എൻ്റെ വീടിൻ്റെ ആ പുറകെ ഉള്ള കൃഷിയില്ലാതെ കിടക്കുന്ന ആ ഒരു 92 ഏക്കർ ആ ബിൽഡിങ്, ആ പിന്നെ ടാർ മിക്സിംഗ് പ്ലാന്റ്, പിള്ളേരെ കളിക്കുന്ന ആ ഒരു ഗ്രൗണ്ട്, കള്ളിച്ചത്ത ആ ഒരു ഏരിയ, പിന്നെ ചുടുകല്ല് ഫാക്ടറി, പിന്നെ ഈ വരുന്ന നമ്മുടെ നെയ്യാറ്, പിന്നെ നമ്മുടെ ഈ പ്രായമ്മൂട് പാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അവിടെ മെയിനായിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ വണ്ടികൾ പണ്ടേ ഉള്ള ചെക്ക് പോസ്റ്റാണ്. പണ്ടുള്ള GST ആക്കിയതിനു ശേഷം ചെക്ക് പോസ്റ്റ് കൊണ്ട് വലിയ പ്രയോജനമില്ല. തമിഴ്നാട് കൊണ്ടുവന്ന് വരുന്ന വണ്ടികൾ GST ടാക്സ് ഒക്കെ അടച്ചിട്ട് ഇവിടെ നിന്ന് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണത്. അപ്പോൾ നമുക്ക് മെയിൻ ചെക്ക് പോസ്റ്റ് അമരവിളയുണ്ട്, അപ്പോൾ അതുവഴി അല്ലാതെ ഇതുവഴി ബൈ റോഡുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയൊക്കെ വരാനായിട്ട്. ഈ വരുന്ന വണ്ടികൾ ഇവിടെ നിന്ന് ടാക്സ് അടച്ച് പോകാനായിട്ടാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ എക്സൈസിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് അല്ല. എടുത്തു കഴിഞ്ഞാൽ വേറെ പണി നമുക്ക് പുറകെ വരും. അപ്പോൾ നമുക്ക് വേറെ അങ്ങനെയുള്ള താല്പര്യങ്ങളും അങ്ങനെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ഇവിടെ എല്ലാം കംപ്ലീറ്റ് മുളം കാടുകളാണ്. അങ്ങോട്ട് പച്ചമുള, ഇത് കല്ലുമുളയല്ല കൈ, സാധാരണ നമ്മളെ പച്ച കളർ മുളയാണ്. നമ്മൾ അതേമാതിരി മുള ഇനം തിരിയുന്നതാണ്. കല്ലുമുളയാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. കല്ലുമുള എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായിട്ട് നിൽക്കും, നല്ല രീതിയിലുള്ള മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് തൊട്ടടുത്തുള്ള ഒരു കടവിൽ കൂടെ ഒന്ന് പോവാം നമുക്ക്.
അപ്പോൾ കണ്ടോ ഫുള്ള് കാടാണ്, കുറ്റിക്കാട്. എന്നാലും നമ്മളന്ന് പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. വെള്ളം കൂടിയല്ലേ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നെയ്യാർ ഡാം തുറന്നു വിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല രീതിയിൽ വെള്ളം കൂടുതലാണ്. ഈ പാലത്തിൻ്റെ കുറച്ചുകൂടെ തൊട്ട് താഴെയുള്ളൊരവസ്ഥയാണ്, കുറച്ചുകൂടെ ആ ദ്വീപിൻ്റെ തൊട്ട് മുകളിലോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മൾ വന്ന സമയത്ത് ആ പാലത്തിൻ്റെ നേരെ താഴെയായിട്ട് രണ്ടു മൂന്ന് നേരം കുളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതാണ് നമ്മളെ നേരെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്കിനി നേരെ പാലത്തിൻ്റെ ആ ഒരു പാലത്തിൻ്റെ നേരെ അടിയിലുള്ള ആ ഒരു കാഴ്ചയും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളപ്പോൾ ആ ദ്വീപും കാര്യങ്ങളെല്ലാം കണ്ട് കുറച്ച് ഫ്രണ്ടിലുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു വഴി. ഇവിടെ നമ്മൾ ഡൈവേർട്ട് ചെയ്താണ് നമ്മൾ ആ ദ്വീപിലോട്ട് പോയത്. അപ്പോൾ നേരെ വന്നിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ ആറ്റിലോട്ട് വരുന്ന ഒരു കുളിക്കടവിലാണ്. ഇവിടെ വന്ന് ആദ്യം ഇറങ്ങാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വന്ന സമയത്ത് തന്നെ രണ്ടു മൂന്ന് നേരം ഇവിടെ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നേരെ കുളിക്കടവിലോട്ട് ഇറങ്ങാം. എൻ്റെ മോനെ ൊക്കെ ഉണ്ട്. നേരെ കറങ്ങി അങ്ങ് പോകാനുള്ള സാഹചര്യമുണ്ട്. നല്ല രീതിയിൽ ഒഴുക്കും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നേരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പ്രായമൂട് പാലത്തിൻ്റെ ആ ഒരു അടിയിലാണ്. പ്രായമൂട് പാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരെ ഇതിൻ്റെ എതിർ സൈഡ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെങ്കല്, മരിയാപുരം, നേരെ ചെങ്കവള, കാരോട് അങ്ങോട്ട് തമിഴ്നാട് റൂട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് റൂട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകര, പിന്നെ ഒരു സൈഡ് തിരിഞ്ഞ് പൂവാർ പോവാം. നെയ്യാറ്റിൻകര തിരുവനന്തപുരം റൂട്ടാണ് ഒരു സൈഡ്. അപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നെയ്യാറിൻ്റെ കുറുകെ വരുന്ന പ്രായമൂട് പാലത്തിൻ്റെ നേരെ താഴെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെയ്യാർ ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളെല്ലാം ഓപ്പണിംഗ് ആണ്. ഇവിടെ ഒരു തടയണ പോലെയുള്ളൊരു കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ പാലം നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പാലം നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് തടയണ, കാരണം ഓരോ സൈഡ് ബ്ലോക്ക് ചെയ്ത് ഈ പില്ലർ അടിക്കാൻ വേണ്ടി ഇവർ തടയണ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഈ വെള്ളം പൊങ്ങിയ ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് അവർ തടയണമെന്ന് കാണാൻ പറ്റില്ല. പിന്നെ ഈ വെള്ളത്തിൻ്റെ ലെവൽ ഇങ്ങൊന്നും അല്ലേ ഉണ്ടായിരുന്നത് നേരത്തെ. സാധാരണ രീതിയിൽ ഷട്ടറൊന്നും തുറന്നിട്ടില്ലാത്ത ഒരു സീസൺ ആണെങ്കിൽ വെള്ളം ഏകദേശം അതുവരെ കാണും. നമുക്ക് ഇവിടെ ഇറങ്ങി നിന്ന് കുളിക്കാം. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ താഴ്ചയുണ്ട്, രണ്ടാളിൻ്റെ താഴ്ചയുണ്ട്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോട്ടലിൽ നീന്തൽ അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ അവിടെ ചുഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിരവധി മരണങ്ങൾ സംഭവിച്ച ഒരു സ്പോട്ടാണത്. മരണം ചുഴിയിലകപ്പെടും. നമ്മൾ താന്ന് വലിയ അവിടെ വന്നിറങ്ങുന്ന വെള്ളം അവിടെ കറങ്ങി ചുഴിയായിട്ടാണ് പിന്നെ നേരെ ഫ്രണ്ടിലോട്ട് അങ്ങ് പോകുന്നത്. പിന്നെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു തോട് കാണിച്ചിരുന്നില്ല. ആ തോട് അവിടെ വന്ന് ജോയിൻ്റ് ആവുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു തോട് വന്ന് ജോയിൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും ആൾക്കാർ ചൂണ്ടയിടാൻ വരും. ഇവിടെ ചൂണ്ടയിടാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ചെമ്പല്ലിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ കൊഞ്ചുണ്ടല്ലോ, കൊഞ്ച്, നമ്മളെ കടൽ കൊഞ്ചിനെ കൊരുത്തിട്ട് ഈ കരിങ്കല്ല് കെട്ടിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഈ വരാല്, വലിഞ്ഞില് അങ്ങനെയൊക്കെ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു നെയ്യാറിൻ്റെ അവസ്ഥ. എങ്ങനെയുണ്ട്? കൊള്ളാം? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എന്തായാലും സൂപ്പർ. കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇറങ്ങി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണമെന്നുണ്ട്. കാരണം കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് നീന്തലും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നമുക്ക് ഈ വെള്ളം കൂടി നിൽക്കുന്ന സമയം ഇവിടെ എല്ലാം കരിങ്കല്ലാണ്. നമുക്ക് ചവിട്ട് കിട്ടില്ല, വഴുക്കലായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയ സോപ്പെല്ലാം ആൾക്കാർ കുളിച്ചിട്ട് സോപ്പെല്ലാം പതിവ് ചെറുതി അങ്ങ് വിഴുന്ന കാഴ്ചകൾ. നെയ്യാറ്, പിന്നെ എൻ്റെ വീടിൻ്റെ പുറകെ വരുന്ന ആ ഒരു തോട്, പിന്നെ ആ ചതുപ്പ് നിറഞ്ഞ പ്രദേശം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മളോട് വേറെ പിണക്കവും കാര്യം എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ലൈക്കൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം ഒരു തെറി വിളിച്ചുള്ള ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ ഇടൂ. നമുക്ക് ശരി. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.